ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങൾ. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. അകലാട് ബദർപള്ളി ബീച്ചിൽ ഇന്ന് രാവിലെ മഴയോടൊപ്പമുണ്ടായ ശക്തമായ കാറ്റിൽ വ്യാപക നാശം. ഒട്ടേറെ വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീണ വൈദ്യുത ബന്ധം താറുമാറായി. ബദർപള്ളി ബീച്ചിൽ കിഴക്കൂട്ട് അലിക്കുട്ടി, റസാഖ് എന്നിവരുടെ വീടിന്റെ ഓടുകൾ ശക്തമായ കാറ്റിൽ പറന്നുപോയി. വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഇതേസമയം 2 വീടുകളിലും ഉണ്ടായിരുന്നവർ ശബ്ദം കേട്ട് പുറത്തിറങ്ങി ഓടുകയായിരുന്നു. ഇതുമൂലം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചെറുനമ്പി മൊയ്തുണ്ണിക്കുട്ടിയുടെ പറമ്പിലെ മരം മുറിഞ്ഞു വീണ വൈദ്യുതി പോസ്റ്റുകൾ ചെരിയുകയും വൈദ്യുത ബന്ധം നിലയ്ക്കുകയും ചെയ്തു. ബദ്രപ്പള്ളി ബീച്ച്, മൊയ്തീൻപള്ളി ബീച്ച് ലിങ്ക് റോഡിൽ ഗതാഗതം നിലച്ചു. കണ്ടാണത്ത് സെയ്താലിക്കുട്ടിയുടെ കോൺക്രീറ്റ് വീടിന് മുകളിലേക്ക് തേക്കുമരം ഒടിഞ്ഞു വീണ ടെറസിന് മുകളിൽ വിരിച്ചിരുന്ന ഓടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കൂളിയാട്ട് അഷ്റഫിന്റെ മതിൽ മറിയുകയും മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട്. കണ്ടാണത്ത് അലിക്കുട്ടിയുടെ മതിലും മറിഞ്ഞു വീണു. വിവരമറിഞ്ഞ പുന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വാർഡ് മെമ്പർ സുബൈദ പുളിക്കൽ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. പ്രദേശത്തെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചുമാറ്റി. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ. ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര, എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ, അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആളൂക്കാരൻ ജ്വല്ലറി, മുതുവട്ടൂർ, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ് and 925 sterling silver ornaments. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.